അപ്പോൾ ഈ മരത്തിൽ ചെറിയ ആപ്പിൾ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മൾ അവനെ ഇങ്ങോട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പോവുകയാണ്. പിന്നെ പൊട്ടിച്ച് നന്നായിട്ടും തുടച്ചിട്ട് ആ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ കഴിക്കണേ. ഇതൊക്കെ നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള ആപ്പിള. അപ്പോൾ എൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് വാൾനട്ട്സിൻ്റെ മരമാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞിരിക്കണു, കായൊന്നും കാണാനില്ല. കായ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മേലോട്ട് കയറാൻ വയ്യ, കാരണം നല്ല ഹൈറ്റിലുള്ള കുന്നാണ്, നമ്മൾ ടയർഡായി പോകും. സീസൺ കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ മക്കളെ ഇതാണ് ബദാം. നമ്മുടെ നാട്ടിലുള്ള മരം അല്ല ശരിക്കും ബദാം, അത് വേറെ എന്തോ ആണ് പോലെ. ഇവിടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബദാം. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിന് മുകളിൽ ഒന്നുണ്ട്. പൊട്ടൂല, ഭയങ്കര ഹാർഡാ. അത് നിറയെ കായ്ച്ചു. അപ്പോൾ ഈ നിൽക്കുന്നതാണ് കേട്ടോ ബദാമിൻ്റെ മരം, നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ബദാം അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി എന്തായാലും ഞാനിതൊന്ന് കടിച്ച് പൊട്ടിച്ച് നോക്കട്ടെ. അതിൽ നിന്ന് കിട്ടിയ കായാണ്. അമ്മ പൊട്ടില്ല, ഇത് കല്ലുകൊണ്ട് കുത്തി പൊട്ടിക്കണ്ടേ. ഇത് പിടിച്ചോളി. കയ്യിൻ്റെ പണി കഴിയോ, എന്താ അതിൻ്റെ ഉള്ളിൽ ഇല്ലെന്ന് അറിയണല്ലോ അല്ലേ. കണ്ടോ, തന്നെയാണ് സംഭവം ബദാം. നോക്കിയോ, അല്ലേ. അപ്പോൾ ഇതാണ് ബദാമിൻ്റെ മരം. ഇപ്പോൾ ഇവിടെ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ. കണ്ടോ, ഒരുപാട് ഗ്രീൻ ആപ്പിൾ. എൻ്റെ മോനെ, ഇതൊക്കെ ഇവർ തരംതിരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടുള്ളതാണ്. അടുത്തിങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നെ തരംതിരിച്ചിട്ട് ഒരു പെട്ടികളിലേക്ക് മാറ്റുക ചെയ്യുക. അവരെന്താ പറയണേ, വീട്ടിൽ കയറി ചായ കുടിക്കുക. ആഹാ, അതാണ് ഇവിടുത്തെ ആളുകളുടെ സ്നേഹം. നമ്മൾ ജസ്റ്റ് അവരെ പറമ്പിലൂടെ ഇങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്ക് അവർ നമ്മളെ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതേപോലെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കഴിക്കാൻ ക്ഷണിക്കുകയാണ് അല്ലേ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അല്ലേ. അതേമാതിരി ഇന്ത്യക്കാരോടും ഇവർക്കൊരു പ്രത്യേക എന്തോ ഒരു താല്പര്യമാണ്, ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അവർ ചായ കുടിക്കാൻ വിളിക്കുകയാണ്, വായോ ചായ കുടിച്ചിട്ട് പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയമല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പായി. അപ്പോൾ ഞങ്ങളൊരു വഴിയിലൂടെ ഇങ്ങനെ വന്ന് കുറച്ച് പക്ഷികളെ കണ്ടു. അപ്പോൾ ഇവിടെ ഫാമിൽ വർക്ക് ചെയ്യുന്നൊരു ഫാമിലിയാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നല്ല അടിപൊളിയായിട്ടാണ് പെരുമാറുക. നല്ല സ്നേഹമാണ് കേട്ടോ. കൈയൊക്കെ പിടിച്ച് അവർ അത്രയും ഒരു മര്യാദയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഷെരീഫ് കാക്ക് കുറച്ച് ഉസ്ബക്കൊക്കെ അറിയാം. മൂപ്പര് 4-5 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസം. നമ്മുടെ നാട്ടിൽ വൈക്കോല് കൂട്ടിയിട്ടമാതിരി ഇവിടെ ഒരുതരം പുല്ലാണ് കേട്ടോ. ഇതിവിടെ ഒരു പശുക്കളെ വളർത്തുന്നുണ്ട് ഈ ഫാമിൽ തന്നെ. ഈ ആപ്പിൾ തോട്ടത്തിലൂടെ ഒരുപാട് പശുക്കൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുങ്ങൾക്കുള്ള തീറ്റയായിട്ടാണ് അവർ ഈ പുല്ലൊക്കെ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ പോരാ, ബ്യൂട്ടിഫുൾ പ്ലേസ്. അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടോ, മലയും. ഇവിടെ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ പഴുത്ത് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല പച്ചപ്പാണെന്നുണ്ടെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും ഇവിടെ. ഉസ്ബക്ക് മുഹമ്മദ് സാലിഹിൻ്റെ കൂടെ ഞങ്ങൾ ജസ്റ്റ് അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. മിസ്റ്റർ സാലി, ഹൗ മെനി ഇയർ വിൽ ടേക്ക് ദിസ് വൺ അഗൈൻ? 5 years. 5 years, huh? Yes, 5 years. Okay. So this one now is almost the season finish. Then again next year. Next year, which month the apple will start? Apple will growing? start going in September. September. Yes. In September. And October, like you will pick or you will collect and pick up and you will export. transport it. Okay, yeah. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബദാം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അപ്പുറത്താണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുഹമ്മദിനെ കണ്ടത് വളരെ സന്തോഷം.
സമർഖണ്ഡ് ജസാക്കിലെ ഇന്നത്തെ ആപ്പിളിൻ്റെയും ഫാം ഹൗസിൻ്റെ ഒക്കെ കാഴ്ചകൾ ഇതോടെ തീരാൻ പോവാണ്. നമ്മളിവിടുന്ന് ഇനി സമർഖണ്ഡിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി സമർഖണ്ഡിലുള്ള കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇനി കാണാനുള്ളതെന്നൊക്കെ നമുക്കിവിടുന്ന് അവിടെ പോയിട്ട് നോക്കിയിട്ട് വീഡിയോ എടുക്കാം. ഒരുപാട് ദൂരം നടന്നു കേട്ടോ. കാരണം കുന്നും മലയും കാടും ഒക്കെ കയറി നടന്നിട്ട് അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.